അഭിലാഷനിലേക്ക് വരാണെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ കലാഭവൻ ചേട്ടന്റെ ആയിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ പല ആൾക്കാരും അനുകരിച്ചത് കാണിക്കാറുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ മണിച്ചേട്ടൻ എന്തെങ്കിലും ഒരു പാട്ട്? മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മള് ഈ എവിടെ ചെന്നാലും എവിടെ പ്രോഗ്രാമിൽ ചെന്നാലും നമ്മള് ചില എനിക്കൊരു അനുഭവമുണ്ട്. സ്കൂളിൽ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ അവിടെ ഈ കുട്ടികളുടെ പരിപാടി മതി എന്ന് പറയുന്ന രക്ഷാകർത്താക്കൾ ഭയങ്കര ബഹളമാണ്. പിള്ളേരെ പരിപാടി മതി, പുറമൊന്നും ആര് പരിപാടി വേണ്ട. അപ്പം ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്നവർ പറഞ്ഞിട്ട് കേൾക്കണം. അപ്പൊ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. സ്റ്റേജിൽ കയറുന്ന പാട്ട് പാടി കഴിഞ്ഞാൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാട്ട് മത്സ്യന്റെ പാട്ടിട്ട് തുടങ്ങാൻ, കലാഭവൻ മത്സ്യന്റെ പാട്ടിട്ട് തുടങ്ങാൻ. എനിക്ക് ഉള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. രണ്ടനുഭവം ഉണ്ട്, അതിലൊരു അനുഭവമാണ്. ഫസ്റ്റ് ഞാൻ കയറിയിട്ട് കലാഭവൻ മത്സ്യന്റെ പാട്ടോടുകൂടി തുടങ്ങി. ഒരു മനുഷ്യൻ പോലും പൂവോ കണ്ടോ ചെയ്തില്ല. നമ്മൾ പാട്ടുകൊണ്ട് അതൊന്നുമല്ല, കാരണം അതുപോലെ ആളുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സ്യനെ. ആ സ്ഥലത്ത് അവിടെ പുറകോറിനെ ഞാൻ വരെ കേട്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി വരുമ്പോൾ നമ്മൾ ഞങ്ങൾ അലമ്പുണ്ടാക്കും പൂവെന്ന് പറയും. ആ പാട്ട് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നേരമുള്ള പരിപാടി, ഒരുപാട് പരസ്യം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ശരി കുറച്ച് നേരം മിമിക്രീം ചെയ്ത് കുറച്ച് പാട്ടുകൾ പാടി ഞങ്ങൾ തോന്നുന്നു. അത് കഴിയുമ്പോ ഒന്ന് രണ്ടുപേര് വന്നു പറഞ്ഞു പിള്ളേരെ പരിപാടിക്ക് ശേഷം നിങ്ങളുടെ വീണ്ടും പരിപാടി ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പരിപാടി ചെയ്തിട്ട് അടിച്ചു വിളിച്ചു. അപ്പോഴും ഓഡിയൻസ് പോയില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് രാത്രിയായിട്ട് അവരിരുന്ന് സപ്പോർട്ട് ചെയ്തു. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ മണിച്ചേട്ടന്റെ പ്രോഗ്രാം തന്നെ ചാലക്കുടിയിൽ ഞാൻ പോയായിരുന്നു. അവിടെ വിനയൻ സാറിനായിരുന്നു, സീമാരുണ്ടായിരുന്നു, പിന്നെ എന്റെ സുഹൃത്ത് മണികണ്ഠൻ ചേട്ടൻ, അല്ല ബാലൻ, എനിക്ക് എടുക്കണോടാ നീക്കണം ബാലൻ ചേട്ടൻ, നമ്മൾ നല്ല ചരിവാണ്. ചേട്ടൻ അവിടെ നിന്ന് ആ പരിപാടി തീരുന്നവരെ അവർക്കുള്ള ഫുഡ് വരെ വിളമ്പി കൊടുത്ത് അവിടെ ഒരാളായിട്ട് ആണ് പോയത്. അപ്പൊ മണിച്ചേട്ടന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി ഒന്ന് 1-2 വർഷമായി. പക്ഷെ മണിച്ചേട്ടൻ ഇപ്പോഴും അടുത്ത വർഷം ഇതിലും വിപുലമായിട്ട് പരിപാടിയാണ് മണിച്ചേട്ടൻ ഓർമ്മിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ചെറിയ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഈ മണിച്ചേട്ടന്റെ ഒരു പാട്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് പാടില്ല. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ പൊന്നാരേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ നമ്മളുടെ അർത്ഥം എന്താണ് എന്നും നമുക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പാടിയപ്പോ അത് നമ്മുടെ കോതമംഗലം അപ്പുറം ഒരു സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടിയ ആൾക്കാരാണ്, ജാതി സ്പിരിറ്റിൽ കൂടിയ ആൾക്കാരാണ്. അപ്പൊ അവിടെ പോയപ്പോ മനുഷ്യനൊരു അറിയാം പുലയൻ സമുദായമാണ്. അപ്പൊ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ ആളുകൾ ബാക്കിൽ വന്ന് 2 പേര് വന്നു. അതിനാ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ സെക്സ് വരികളാണ്. ഞാൻ ഒരിക്കലും അല്ല. മനുഷ്യന്റെ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി പാടുന്ന പല പാട്ടുകളുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കാഴ്ചപ്പാടിന് കുഴപ്പമൊന്നും. അപ്പൊ എന്നെ ഒരു പരിപാടി ഏൽപ്പിച്ചത് എന്റെ ഒരു സുഹൃത്താണ്, ലേഡിയാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അഭിലാഷം ഇങ്ങനത്തെ പാട്ടൊന്നും പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറയും മനുഷ്യന്റെ പാട്ട് പാടി എന്താ കുഴപ്പമെന്ന് വെച്ചു. മനുഷ്യന്റെ പാട്ട് പറഞ്ഞതിന് കുഴപ്പമുണ്ടായിട്ടില്ല. ചെങ്ങന്റെ പാട്ടുകൾ മനുഷ്യന്റെ പാട്ടുകൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു അവരെന്നെ നിരാശപ്പെടുത്തി. അതിപ്പോ ഞാൻ മാറിയിരുന്നു. അപ്പൊ എന്നെ ബാക്കിയുള്ളവരോട് ഞാൻ വേറെ പാട്ട് പാടുമെങ്കിലും ഞാൻ മാറിയിരുന്നു. മനുഷ്യന്റെ പാട്ട് പാടുന്നാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അവരോട് താല്പര്യം പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ പേഷ്യൻസിന് വേണ്ടി രാജാക്കാടൊക്കെ ഇങ്ങനെ പാടാനായിട്ട് പോയി. എന്റെ 2 സുഹൃത്തുക്കൾ. അപ്പൊ ഒരു 18-19 വയസ്സുള്ള കൊച്ചിന് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയി. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ വൈഫ് വിളിച്ചു പറയാം മനുഷ്യനെ മരിച്ചു. പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഷോക്കായി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവരാത്രിയാണ്. അതിന്റെ പിറ്റേ ദിവസം ശിവരാത്രി. അന്നേരം ഈ ശിവരാത്രിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓടി കൊണ്ടുവന്നെ അറിയാലോ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അവിടെ വന്നത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോ എന്റെ കോളിലേക്ക് ഒരു കോള് വരികയാണ്. ആരെന്നറിയാം, അന്ന് അമ്പലത്തിൽ എനിക്ക് പരിപാടി തെളിയിച്ചിട്ട് കൂട്ടുകാരി വിളിച്ചിട്ട് അങ്ങനെയോട് ആദ്യം പറ സോറിയിട്ട് അഭിലാഷം എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല അന്ന് ആ മനുഷ്യന്റെ പാട് പറഞ്ഞതാണ്, മനുഷ്യന് എന്താന്നുള്ളത് ഇപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു എനർജി തന്നൊരു കാര്യമാണ്. കാരണം എന്റെ മേല് കുത്തുക. കാരണം അവര് അതായത് അപ്പൊ സംസാരിക്കുന്ന മനുഷ്യന്റെ പാട്ട് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ, ആ വ്യക്തി മനുഷ്യനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ജനങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ എന്നതും അത്ര ആൾക്കാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അവരുടെ എന്നോട് സോറി പറഞ്ഞു. ഞങ്ങൾ സോറി പറയുന്നത് വേണ്ട, കാരണം നമ്മൾ ഇല്ലാണ്ട് പറയരുന്നു. ഇന്ന് എവിടെ ചെന്നാലും മനുഷ്യന്റെ പാട്ട് പാടത്തിൽ നിന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. മനുഷ്യൻ ഒരുപാട് ചാരിറ്റി പരിപാടി ചെയ്യുന്നതെന്ന് അറിയാലോ. അല്ല ഇന്നും എനിക്ക് പേഴ്സണലി പെട്ടെന്ന് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, കൊറോണ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു വലിയൊരു ആശ്വാസമാണ്. പല ആൾക്കാരെ സഹായിക്കുമായിരുന്നു. ഒരു നല്ല മനുഷ്യന് ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ ആക്ട് ചെയ്ത് കാണിക്കുമ്പോഴായിക്കോട്ടെ, പാട്ട് പാടുമ്പോഴായിക്കോട്ടെ, പെട്ടെന്ന് മനസ്സിൽ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം വരാനുണ്ട്.
ശരിക്കും ഒരു ആക്ടർ അല്ല അദ്ദേഹം, ഒരു നല്ലൊരു മനുഷ്യന്റെ ഉടമയാണ്. എനിക്ക് ഒരു ചെറിയ അനുഭവം പറയാനുണ്ട്. ഞാൻ വേറെ നടന്റെ പേരോടെ പറയുന്നില്ല. ആ നടന്റെ മുമ്പിൽ ഞാൻ മണിച്ചേട്ടൻ സൗണ്ട് അനുകരിച്ചപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ മോന് ഇതിൽ നന്നായിട്ട് മണിച്ചേട്ടൻ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ആ മകൻ ഇന്ന് മലയാള സിനിമയിലെ നല്ലൊരു താരാണ്, ആ പേര് ഞാൻ പറയണ്ട. അത് കഴിയുമ്പോൾ ഞാൻ നേരെ മണിച്ചേട്ടൻ്റെ അടുത്ത് മുമ്പിൽ പോയിട്ട് ഒരു ഗ്യാപ്പിൽ ഇരിക്കാം, ചേട്ടാ വോയിസ് ഞാനിപ്പോ ഈ വാസന്തി ലക്ഷ്മി ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അന്നാന്ന് കേൾപ്പിച്ചെന്ന് പറയും. അപ്പൊ ഞാൻ എടുത്തിട്ട് പോരായ്മയുണ്ട്, ഒരുപാട് പോരായ്മയുണ്ട്. പുള്ളി എന്റെ അടുത്ത് പറയുന്ന പോലെ ശരിക്കും ആ സിനിമയുടെ സീഡിയോ അല്ലെങ്കിൽ കാസറ്റ് കണ്ടിട്ട് ഒന്നുകൂടെ നമ്മള് നോക്കി നോക്കി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് തരുവാണ് അങ്ങനെ ചെയ്തു. ഞാൻ ആ വാസന്തി ലക്ഷ്മി ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് ആ പ്രചോദനം ഉണ്ടായിട്ടാണ് കോമഡി ഉത്സവത്തിൽ ഞാൻ ആ വാസന്തി ലക്ഷ്മിയുടെ പെർഫോമൻസ് ചെയ്തത്. അത് വിനയൻ സാറ് കാണാനും എരഞ്ചേട്ടൻ പറഞ്ഞ് കാണാനുണ്ടാവുന്നതാണ് ചാലക്കുടി കാര്യം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.